മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നാളെ നടക്കും. 27-ന് രാവിലെയാണ് മണ്ഡലപൂജ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയോടെ പമ്പയിൽ എത്തിച്ചേരും. പമ്പയിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് 3-ന് ഘോഷയാത്ര പുനരാരംഭിക്കും. തുടർന്ന് വൈകുന്നേരം 5-ന് ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ വെച്ച് തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ആചാരപൂർവ്വം സ്വീകരണം നൽകും. പിന്നാലെ സന്നിധാനത്തേക്ക് ആനയിക്കും. 18-ാം പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടത്തും. വൈകിട്ട് 6:30-ഓടെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. ഡിപ്ലോയ്മെന്റ് അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കൂടുതലായിട്ട് ഭക്തജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനാവശ്യമുള്ള രീതിയിലുള്ള ക്രമീകരണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിലയ്ക്കൽ, പമ്പയും പിന്നെ സന്നിധാനത്തെ കൂടെ 3 സ്ഥലങ്ങളിൽ കൂടെ നല്ലപോലെ ക്രമീകരണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ 30,000 തീർത്ഥാടകർക്കും വെള്ളിയാഴ്ച 35,000 തീർത്ഥാടകർക്കും മാത്രമാണ് ശബരിമലയിലേക്ക് പ്രവേശനം. ഈ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് വഴി 2,000 തീർത്ഥാടകരെ മാത്രമേ കടത്തിവിടൂ. കൈരളി ന്യൂസ്, സന്നിധാനം.